morning, dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വേരിയസ് ആയിട്ടുള്ള അമെൻമെന്റ് പ്രൊവിഷൻസുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ, അതുപോലെ തന്നെ മെയിനായിട്ടും അതിൽ 5 പാർട്ടുകളാണ് വരുന്നതെന്ന് അറിയാം. ആ പാർട്ടുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. Part 5 is related to the cooperative societies in the Banking Regulation Act. ആക്ടിലെ പാർട്ട് 5 ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിട്ടുള്ള ചില റൂൾസുകളും പ്രൊവിഷൻസുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക്സുകളാണ് ശ്രദ്ധിക്കുക. Commentary on applicability of Banking Regulation Act to the cooperative societies. Its statement and objectives and reason. Another point, impact of cooperative law on cooperative management. Then the related with the various provisions in the Act, including the Amendment Act of 1949, bylaw, final authority, one man, one vote, board of directors, government nominees, annual general body, supersession of the committee, audit and establishment, and final point is dual control of the cooperative banks. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സുകളും നോക്കാം. ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ആകെയുള്ള 5 പാർട്ടുകളിൽ പാർട്ട് 5 ആണ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ട് ഏതിന് അപ്ലിക്കബിൾ അല്ല? പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റീസുകളും പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റീസുകൾക്കും ഈ റൂൾ എന്തല്ല അപ്ലിക്കബിൾ അല്ല. ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. ഈ ആക്ടിൽ തന്നെ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ തന്നെ ചില അമെൻമെന്റ്സുകൾ വന്നിട്ടുണ്ട്. ആ അമെൻമെന്റ്സ് പ്രകാരം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ട് ബാധകമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെ, പാർട്ട് 5 അപ്ലിക്കബിൾ ആണ്. പക്ഷേ 2012 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നതിന് ശേഷം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് RBIയിൽ നിന്നുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് അതുവരെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഈ ആക്ട് വന്നതിന് ശേഷം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന ആ വേർഡിന് പകരം ബാങ്കിങ് എന്ന് പറയുന്ന വേർഡ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സൊസൈറ്റി ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യുന്നത്. This is because reference to banking company shall be construed as reference to a cooperative bank under section 56. നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് 5 പാർട്സുകളും 56 സെക്ഷൻസുകളുമാണ്. അതിൽ പാർട്ട് 5ഉം സെക്ഷൻ 56ഉം ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, കോപ്പറേറ്റീവ് ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസുകൾ വരുന്നത്. അതുകൊണ്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകള് ഇനി ബാങ്കിങ് ബിസിനസ് ചെയ്യുമ്പോൾ അവര് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ അവർക്ക് RBIയിൽ നിന്നുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനും പാടുള്ളൂ. ആ ഒരു റൂള് ഇതിന്റെ കമന്ററി അപ്ലിക്കബിലിറ്റി ഓൺ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, ബാങ്കിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെക്ഷൻസുകളുണ്ട്. പക്ഷെ അത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്തല്ല, അപ്ലിക്കബിൾ അല്ല. ആ പോയിന്റ്സും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. എല്ലാ ബാങ്കുകൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രം ഇറലവെന്റ് ആണ്. ആ സെക്ഷൻസുകളാണ് ഇനി പറയുന്നത്. സെക്ഷൻ 12, then സെക്ഷൻ 12A, 13, 15, 16, 17, 22, subsection 3A, 32, 33, 34, 34A, 35 subsection A, 36AD, 49, 49B, 49C and 52, 4 and 51.
അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പ്രിൻസിപ്പൽ ആക്ടില് ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെക്ഷൻസുകളാണ്. പക്ഷെ ഈ സെക്ഷൻസുകളൊന്നും കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്നല്ല ആപ്ലിക്കബിൾ അല്ല. അപ്പോ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ 2012 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മോഡിഫിക്കേഷൻസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ മോഡിഫിക്കേഷൻസുകളിൽ ഒരു മോഡിഫിക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ പേരിനോട് കൂടെ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന ബാങ്ക് എന്ന പേരിൽ അവർക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാം. അപ്പൊ ഈ ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് 1 വർഷം മുതൽ 3 വർഷം വരെ ലൈസൻസ് അവർക്ക് ഗാദർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ RBI ഇഷ്യൂ ചെയ്ത് കിട്ടാനുള്ള പവർ ഉണ്ട്. അതിനുശേഷം പ്രൈമറി സൊസൈറ്റികൾക്ക് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കിങ് ബിസിനസ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ അണ്ടർലൈൻ ചെയ്യണം. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ 2012 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് RBI ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഓർഡർ വരാനുള്ള ഒരു കാരണം നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട് ആൻഡ് റീസൺ. അപ്പോൾ 2012 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് അമെന്റ്മെന്റ് ചെയ്യുമ്പോൾ ഏതൊരു ആക്ടും അമെന്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമാനുസൃതം അത് പാർലമെന്റിൽ ഒരു ബില്ലായി പാസ്സാകണം. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ, ആ ബില്ല് പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്തുകൊണ്ടാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ബാങ്കുകളായി ആക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു ഒബ്ജക്റ്റും റീസണും ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദിസ് ഒബ്ജക്ട് ആൻഡ് റീസൺ? എന്തിനാണ് പറഞ്ഞത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് RBIയിൽ നിന്ന് ലൈസൻസ് ഇഷ്യൂ ചെയ്തെങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിലൊരു റീസൺ ആയിട്ട് പറയുന്നത്, നമുക്കറിയാം ഏതൊരു ബാങ്ക് ആയി കഴിഞ്ഞാലും ആ ബാങ്ക് എന്ന് പറഞ്ഞതിന്റെ മെയിൻ റോൾ എന്താ, ആ ഇക്കോണമിയുടെ ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള റോള് ആർക്കായിരിക്കും? അവിടെ നിലനിൽക്കുന്ന ബാങ്കുകൾക്കാണ്. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളായി കഴിഞ്ഞാലും ബാങ്കിന്റെ ഫങ്ഷൻസ് തന്നെ ചെയ്യുന്നത് ആക്സെപ്റ്റിംഗ്, ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ്. പക്ഷെ അവിടെയുള്ള ഡിപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെപ്പോസിറ്റേഴ്സിന്റെ പ്രൊട്ടക്ടിനെ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളായി കഴിഞ്ഞാലും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളായി കഴിഞ്ഞാലും അവരുടെ സൗണ്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഡിപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫേമായിട്ട് ഇത് പ്രവർത്തിക്കണം. അങ്ങനെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു അതോറിറ്റി, അതായത് ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള RBI ആണ്. ആ ഒരു റൂളാണ് ഈ പറഞ്ഞ റെഗുലേഷൻ ആക്ടിന്റെ അമെന്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ കോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ഫോർ എ സൗണ്ട് ആൻഡ് ഹെൽത്തി banking system and to protect the interest of depositors, it has become necessary to ensure that only cooperative societies licensed by the Reserve Bank should carry on the business of banking by fulfilling all requirements specified by the Reserve Bank. It has become essential. എല്ലാ ബാങ്കുകളും ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതെന്തിനു വേണ്ടിയാണ്? അതിലുള്ള ഡിപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതായത് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിൻ ഫംഗ്ഷൻ ആണ് ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ആ ആക്സെപ്റ്റ് ചെയ്ത ഡിപ്പോസിറ്റ് ആണ് ലെൻഡിങ്ങിന് വേണ്ടി ബാങ്ക് നൽകുന്നത്. ആ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്ന ഡിപ്പോസിറ്റേഴ്സ് അത് ആ ടൈമിൽ അത് റീപേ ചെയ്യാനായിട്ട് പറ്റണം, അവർക്ക് വിഡ്രോ ചെയ്യാനായിട്ടും കഴിയണം. അപ്പൊ ആ വിഡ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു ലിക്വിഡിറ്റി പവറും പ്രോഫിറ്റബിലിറ്റി പവറും ആർക്കുണ്ടായിരിക്കണം? ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡെപ്പോസിറ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്.
അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി കഴിഞ്ഞാലും കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും അവർക്ക് ഈ പറയുന്ന RBIയുടെ ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രം ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1 വർഷം മുതൽ 3 വർഷം വരെ അവർക്ക് ഈ ഒരു പീരീഡിനുള്ളിൽ ബാങ്കിങ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ലൈസൻസിന് വേണ്ടി അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാം. RBI അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ലൈസൻസ് ഇഷ്യൂ ചെയ്യാത്ത ഒരു സൊസൈറ്റി ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയില്ല. മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് ഇതിനോട് കൂടെ ബാങ്കിങ് റെഗുലേഷന്റെ അമെന്റ്മെന്റ് ആക്ടിൽ വന്നിട്ടുള്ള 2-3 പോയിന്റ്സ് കൂടെ നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. മറ്റൊരു പോയിന്റ് ആണ് പറയുന്നത് ബാങ്കിങ് ലോ അമെന്റ്മെന്റ് ആക്ടിലെ സെക്ഷൻ 26A ആണ് പറയുന്നത്. സെക്ഷൻ 26Aയില് അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ 12 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം അവർക്ക് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ എന്ത് ചെയ്യാം, ഈ ബിസിനസ് റൺ ചെയ്യാം. ബാങ്കിങ് കമ്പനി, ബാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ 2012 ബാങ്കിങ് ലോ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. മറ്റൊരു സെക്ഷനാണ് പറയുന്നത് ഡിപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ട്. അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ ഡിപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് അമെന്റ്മെന്റ് ആക്ടിൽ വന്നിട്ടുള്ള പുതിയൊരു റൂളാണ്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. മറ്റൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് കമ്പനിക്ക് പകരം കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളതാണ് ഡെപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് അവർക്ക് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സെക്ഷൻ 30 പ്രകാരം ഈ ബാങ്കിങ് റെഗുലേഷൻ അമെന്റ്മെന്റ് ആക്ടിൽ വന്നിട്ടുള്ളത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും ഇൻക്ലൂഡിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്, ഈ ബാങ്കും ഓഡിറ്റ് ചെയ്യണം. ഫൈനൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ 6 മന്ത്സിനുള്ളിൽ വിതിൻ 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ കമ്പൾസറി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളായി കഴിഞ്ഞാലും ബാങ്കുകളായി കഴിഞ്ഞാലും എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു റൂളാണ് സെക്ഷൻ 30 സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ബാങ്കുകളുടെയും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ റിസർവ് ബാങ്കിനാണ് അതിന്റെ ഡിസ്ക്രിഷണറി പവർ. ആരായിരിക്കണം ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു അഡീഷണൽ ഓഡിറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കമ്പൾസറി ആണ്. മറ്റൊരു സെക്ഷൻ കൂടെ പറയുന്നത്, അപ്പൊ ഓഡിറ്റ് പറയുന്നത് സെക്ഷൻ 30 ഒരു റൂളും കൂടെ പറയുന്നുണ്ട് 36ACA പറയുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഹാസ് ദ പവർ ടു സൂപ്പർസീഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതല്ല, ഏതൊരു ബാങ്കിന്റെയും മാനേജ്മെന്റ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, റിസർവ് ബാങ്കിനുണ്ട്. പക്ഷെ ഈ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം സെക്ഷൻ 36ACA പ്രകാരം മറ്റുള്ള ബാങ്കുകളുടെ മാനേജ്മെന്റിനെ സൂപ്പർസീഡ് ചെയ്യുന്നത് പോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഇത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് പുതിയൊരു അമെന്റ്മെന്റ് റൂളായിട്ട് പറയുന്നത്. അപ്പൊ സെക്ഷൻ 36ACA സൂപ്പർസീഡ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക് ഓൾസോ. കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും മാനേജ്മെന്റിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള റൈറ്റ് RBIക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 36ACA. ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് അമെന്റ്മെന്റുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ ഈ അമെന്റ്മെന്റ് വന്നതിന്റെ കാരണം ഓരോ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും പുതിയതായിട്ടുള്ള റൂൾസുകളും സെക്ഷൻസുകളിലും ഒക്കെ ചേഞ്ചസ്, മാസീവ് ആയിട്ടുള്ള ചില ചേഞ്ചസുകളൊക്കെ വരും. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 മുതൽ അങ്ങനെയുള്ള ഓരോ കാലഘട്ടങ്ങളിലും വരുമ്പോൾ 2013 വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ചേഞ്ച്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളെ ബാങ്കുകളായിട്ട്
റൺ ചെയ്യാം, ലൈസൻസ് ഇഷ്യൂ ചെയ്യണം. ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന്റെ ഒബ്ജക്റ്റും അതിന്റെ റീസണും പറഞ്ഞു. കൂടാതെ ഓഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള പവർ, ഡിപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക് എന്ന പേരിലല്ല, കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാണ് പിന്നീട് അതിനെന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ പോയിന്റ്സുകളാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ടോപ്പിക് ആയിട്ടുള്ള കമന്ററി ഓൺ അപ്ലിക്കബിലിറ്റി ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ടു ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് കോപ്പറേറ്റീവ് ലോ ഓൺ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇവിടെ നമുക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലായതുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അപ്പൊ ആ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മാനേജ്മെന്റിൽ ഏതെല്ലാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അതിന് ഇമ്പാക്ട് എന്തൊക്കെയാണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഉണ്ടാകുന്ന ഇമ്പാക്ട് ഏതാണ് എന്നുള്ളതാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി കഴിഞ്ഞാലും കോപ്പറേറ്റീവ് ബാങ്കുകളായി കഴിഞ്ഞാലും റൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നതിന്റെ ഈ ഒബ്ജക്റ്റീവ് തന്നെ അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രിൻസിപ്പിൾസുകളാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ദാറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓഫ് കോപ്പറേറ്റീവ് ലോ ഓൺ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. നമുക്കറിയാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളിൽ, അതായത് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സെക്ഷൻസുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് 97th അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 2011 ആ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കൊക്കെ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായി. ആ മാസീവ് ആയിട്ടുള്ള അമെന്റ്മെന്റുകളാണ് നമ്മൾ ആ ആക്ടിൽ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിൽ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അവിടെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോട്ട് ചെയ്യുന്നത് എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ സൊസൈറ്റി കൊണ്ട് നമ്മുടെ ഇക്കോണമിയിൽ ഒരു പ്രൊമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിറ്റീസുകൾ ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പൊ ഏതൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം ആ മുഖ്യധാരയിലേക്ക് എത്താനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് അന്ന് നമ്മൾ പഠിക്കുമ്പോൾ 97th അമെന്റ്മെന്റ് ആക്ടില് 46B കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളായിട്ടുള്ള വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഫംഗ്ഷൻ, ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂളുകളിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുകളാണ് ഏതിൽ വന്നത്, 97th അമെന്റ്മെന്റിൽ വന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് സെക്ഷൻസുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, അതിൽ ചില റൂളുകളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതിൽ 46B ഇൻസേർട്ട് ചെയ്തിട്ട് 46B ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞ ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, വോളണ്ടറി ഫോർമേഷൻ ആൻഡ് പ്രൊഫഷണലി മാനേജ്മെന്റ്. അപ്പൊ ആ പോയിന്റ്സുകളൊക്കെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബാങ്ക് ആയതുകൊണ്ട് ബാങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് പറയാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ അവിടെ പറഞ്ഞത്, ഇമ്പാക്ട് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും അതിന്റെ ഫൈനൽ അതോറിറ്റി നമുക്കറിയാം ജനറൽ ബോഡിയാണ്. അപ്പൊ ആരാ ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെമ്പേഴ്സ് ആണ് അല്ലെ, ഓൾ മെമ്പേഴ്സ് ആണ് ഈ പറയുന്ന ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ആക്ടും അതുപോലെ തന്നെ രജിസ്ട്രാർ ഒക്കെയാണ്. അപ്പൊ അതിന്റെ ടോപ്പ് ലെവലിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെമ്പർ കൺട്രോളിംഗ് ആണ് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും നെസസറി ആയിട്ട് ഉള്ളത്. അപ്പൊ അതില് 1 man 1 vote, ഡെയിലി 1 man 1 vote എന്ന് പറയുന്ന സമ്പ്രദായം,
അതായത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രോൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 1 man 1 വോട്ടാണ്, ഓരോരുത്തർക്കും ഓരോ വോട്ട്. അപ്പൊ നമ്മൾ കമ്പനികളിലൊക്കെ ഷെയർ ആണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഷെയർ എത്രയാണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിന് അത്ര മാത്രം വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കും. ഇപ്പൊ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ഷെയർസിനനുസരിച്ച് കൊണ്ടാണ്. കൂടുതൽ ഷെയർ എടുത്ത ആളുകൾക്ക് അവർക്ക് അവരുടെ ലാർജ് വോട്ടിംഗ് റൈറ്റ് ആണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് 1 man 1 വോട്ടാണ്, ഓരോരുത്തർക്കും ഒരു വോട്ട് എന്ന് പറയുന്ന സിസ്റ്റം ആണ് ഉള്ളത്. പക്ഷെ യൂറോപ്യൻ കൺട്രിയില് ഫെഡറൽ സൊസൈറ്റീസുകളിലൊക്കെ മെമ്പർമാരായിട്ടുള്ള അതർ സൊസൈറ്റീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ എത്ര ഷെയറുകൾ ഹോൾഡ് ചെയ്തു അല്ലെങ്കിൽ ആ സൊസൈറ്റികളുടെ ബിസിനസ് എങ്ങനെയാണ് ആ ബിസിനസിനനുസരിച്ച് കൊണ്ടാണ് അവിടുത്തെ വോട്ടിംഗ് പവർ. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 man 1 വോട്ട് സിസ്റ്റം ആണ്. ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഉണ്ടാകുന്നതിന് വേണ്ടി 1 man 1 വോട്ടാണ്. യൂറോപ്യൻ സൊസൈറ്റീസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫെഡറൽ സൊസൈറ്റീസുകളിൽ അതർ സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ മെമ്പർമാർ ആണ് എന്നുണ്ടെങ്കിൽ ആ മെമ്പർ സൊസൈറ്റീസുകൾ എത്ര ഷെയറുകളാണോ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ മെമ്പർ സൊസൈറ്റിയുടെ ബിസിനസ് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ടായിരിക്കും ഫെഡറൽ സൊസൈറ്റിയിൽ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള മെമ്പർ സൊസൈറ്റിയുടെ റൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ നമുക്ക് അതെന്തല്ല അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ടു ബി അഡോപ്റ്റഡ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഈസ് 1 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. Another principle is autonomy and independence. നമുക്കറിയാം ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം ഭരണം നടത്താനുള്ള ഒരു അധികാരം ഉണ്ടെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരിലല്ല എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, വളണ്ടറി ആയിട്ടുള്ളൊരു ഫോർമേഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സൊസൈറ്റിയുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും സെൽഫായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റി ചിലപ്പോ ഗവൺമെന്റിൽ നിന്ന് ഫണ്ടുകള് അസിസ്റ്റൻസ് കിട്ടുന്ന ഫണ്ടുകൾ ഗവൺമെന്റിൽ നിന്ന് സൊസൈറ്റികൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഉണ്ടാവാം, ഗവൺമെന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റീസുകൾ ഉണ്ടായിരിക്കാം. എങ്ങനെ ആയിക്കഴിഞ്ഞാലും അതിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമി ആയിരിക്കണം. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനുള്ളൊരു പവർ ആർക്കുണ്ടായിരിക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിള് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ എന്ത് ചെയ്തിരിക്കണം, അഡോപ്റ്റ് ചെയ്തിരിക്കണം. ഇനി ഈ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നമുക്കറിയാം, ICA എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഈ ICA പ്രൊമോട്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ്, എല്ലാ നേഷൻസിനോടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകള് ഫോളോ ചെയ്തുകൊണ്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കണം എന്നുള്ളതും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഗ്രോത്തിന് വേണ്ടി ഈ പ്രിൻസിപ്പിൾസുകളെല്ലാം അഡോപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് ICA പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ICA കോപ്പറേറ്റീവ് ലോസുകളിലൊക്കെ ഒരുപാട് ചേഞ്ചസുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഏതൊരു ഇതായി കഴിഞ്ഞാലും അവർക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രോളും ഓട്ടോണമി ഇൻ ഫംഗ്ഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ICA എന്ത് ചെയ്യുന്നത്, എൻവിസേജ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ പറഞ്ഞത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളെ അഡോപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. മറ്റൊരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ, അതായത് സ്റ്റേറ്റിന് റൂൾസുകൾ മേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലെ. അപ്പൊ ആ റൂൾസുകളൊക്കെ മേക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കണം, ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളും വാല്യൂസുകളും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസുകളും റൂൾസുകളും ഗവൺമെന്റ് മേക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് ILO പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ also suggested that government should provide a supportive policy and legal framework guided by the cooperative values and principles. അപ്പോൾ ILOയുടെ ഒപ്പീനിയൻ പറഞ്ഞു, അതുപോലെ തന്നെ ICAയുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ അവര് സജസ്റ്റ് ചെയ്ത പോയിന്റും ഇവിടെ പറഞ്ഞു. അനദർ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 11 and 12 ആ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവിടെ വന്നിട്ടുള്ള ഈ അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള പല ആശയങ്ങളും ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളെ ഇൻസിസ്റ്റ് ചെയ്യാനാണ്.
അവിടെ വന്ന മുഖ്യ ആശയമായിരുന്നു ഒന്ന് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമി ഫംഗ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റുകളാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, then professional management, voluntary formation and autonomy in functioning. അത് 46B-യിലാണ് സെക്ഷൻ അല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് 46B-യിലാണ് ഈ പറയുന്ന റൂള് പറയുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ആർട്ടിക്കിൾ 243ZL അതായത് സ്റ്റേറ്റുകൾക്ക് റൂൾസ് മേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ സ്റ്റേറ്റുകൾ ഇങ്ങനെ റൂൾസുകൾ മേക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു സൊസൈറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനോ സൊസൈറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഏത് റൂൾസുകൾ കൊണ്ടുവരുമ്പോഴും അവിടെയൊക്കെയും ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് 243ZL പറയുന്നത്. അപ്പോ ആർട്ടിക്കിൾ 46B പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. ആർട്ടിക്കിൾ 243ZL പറയുന്നതും റൂൾസുകൾ മേക്ക് ചെയ്യാനുള്ള പവർ സ്റ്റേറ്റിനുണ്ട്. പക്ഷെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള റൂൾസുകളൊക്കെ റെഗുലേഷൻസുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെയും ഈ പറയുന്ന വളണ്ടറി ഫോർമേഷനും ഡെമോക്രാറ്റിക് മാനേജ്മെന്റും അതുപോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസുകളെല്ലാം ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യണം. കോപ്പറേഷൻ എന്ന് പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളും വാല്യൂസുകളും അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു ഇത് പറയുന്നത്, അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 1984 ആ ആക്ടിന്റെ ഷെഡ്യൂൾ 1 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ഷെഡ്യൂൾ 1 പറയുന്നതും ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ നെസസിറ്റിയെ കുറിച്ചും ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. മറ്റൊരു പോയിന്റുകൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. നമുക്കറിയാം കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് 1969 എന്ന് പറയുന്നത്. ആ 1969 ആക്ടിനെ 2013 അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പല ടൈമുകളിലും ചില റൂൾസുകൾ അതുപോലെ തന്നെ സെക്ഷൻസുകളിലൊക്കെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്ഷൻ അല്ല, ഷെഡ്യൂൾ 2 ഈ പറഞ്ഞതുപോലെയുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഒരു സെക്ഷനാണ് പറഞ്ഞിട്ടുള്ളത് ചാപ്റ്റർ 2 പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളിലായി കഴിഞ്ഞാലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ഇതെല്ലാം കോപ്പറേറ്റീവ് മാനേജ്മെന്റില് എന്തെല്ലാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ നെസസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലെ. ഈ 2012 വന്നിട്ടുള്ള ചേഞ്ചസുകളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്. ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതുപോലെ വന്നിട്ടുള്ള ചില അമെന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില പ്രൊവിഷൻസുകളും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ പറയുന്നത് ഫസ്റ്റ് വൺ ബൈലോ ആണ്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം എന്താണ് ഒരു ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അതായത് ഈ ആക്ടിനെയും റൂളിനെയും എല്ലാം അതൊക്കെ ഗവേൺ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ആണ്. ഈ ആക്ട് അനുസരിച്ച് കൊണ്ടാണ് സൊസൈറ്റി എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. റൂൾസ് അനുസരിച്ച് കൊണ്ടാണ് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് എല്ലാറ്റിനും ഉപരിയായിട്ട് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബൈലോ കമ്പൽസറിയാണ്. ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബൈലോ പ്രകാരം മാത്രമേ ആ സൊസൈറ്റി ആക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്തെങ്കിലും അതില് അമെന്റ്മെന്റുകളൊക്കെ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള സ്റ്റെപ്സുകൾ സ്വീകരിക്കണം. അപ്പൊ പ്രൊവിഷൻസ് ഇൻ ദ ബൈലോ ഷാൽ നോട്ട് കോൺട്രാഡിക്ടറി ടു ദി ആക്ട് ആൻഡ് റൂൾസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949.
ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ റൂൾസിനോ അതിൽ പറയുന്ന സെക്ഷൻസുകൾക്കോ വിപരീതമായിട്ടുള്ള ഒരു പ്രൊവിഷൻസുകളും നിയമങ്ങളും ബൈലോയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ബൈലോ ആണ് ആ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് ഫസ്റ്റ് പോയിന്റ് അതാണ്. അനദർ പോയിന്റ് പറയാനുള്ളത് ഫൈനൽ അതോറിറ്റിയാണ്. നമുക്കറിയാം ഒരു ബാങ്ക് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് ആയതുകൊണ്ട് സൊസൈറ്റി ആവട്ടെ കോപ്പറേറ്റീവ് ബാങ്ക് ആവട്ടെ, അവിടെ എല്ലാം ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ബോഡിയാണ്. മെമ്പേഴ്സിന്റെ ആ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ്, എല്ലാ മെമ്പർമാരും കൂടിയുള്ള ഗ്രൂപ്പിനെയാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യുന്ന ആളുകളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ജനറൽ ബോഡിക്കുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ബാങ്കോ അത് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേഴ്സ് അതുപോലെ തന്നെ ഓഫീസേഴ്സ് അവരുടെ പവറിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അവർ ആ സൊസൈറ്റിയുടെ ഭരണനിർവഹണവുമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാനോ അതിൽ ഇന്റർഫിയർ ചെയ്യാനോ ഉള്ള റൈറ്റ് ജനറൽ ബോഡിക്കില്ല എന്നുള്ളതാണ് ഒരു റൂള്. ദാറ്റ് ഈസ് ദ ജനറൽ ബോഡി ഷാൽ ഹാവ് നോ പവർ to interfere into the powers specifically provided by to any officer as per the bylaw, act and rules. ഓഫീസേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള റൈറ്റ് ജനറൽ ബോഡിക്കില്ല. ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ് ഫൈനൽ അതോറിറ്റി എന്നുണ്ടെങ്കിലും ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ഓഫീസേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാവുന്നതിനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ് ആണ് വൺ മാൻ വൺ വോട്ട്. നമ്മൾ നേരത്തെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എസ്പെഷ്യലി ഒരു പ്രിൻസിപ്പിളാണ് വൺ മാൻ വൺ വോട്ട് അല്ലെ. അപ്പൊ വൺ മാൻ വൺ വോട്ട് സിസ്റ്റം ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ബാങ്ക് ആയി കഴിഞ്ഞാലും ഫോളോ ചെയ്യുന്ന സിസ്റ്റം. അപ്പൊ അങ്ങനെ വൺ മാൻ വോട്ട് ആയി കഴിഞ്ഞാല് ആർക്കൊക്കെയാണ് വോട്ടിംഗ് പവർ ഉള്ളത് അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്യാൻ റൈറ്റ് ഇല്ലാത്ത ചില സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓൺലി ആക്റ്റീവ് മെമ്പേഴ്സ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ എനി ഇലക്ഷൻ. അതായത് സെക്ഷൻ 20 വൺ മാൻ വൺ വോട്ട് ആണെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമേ ഈ ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടറിനെ ഇലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതായത് മിനിമം ഇത്രയെങ്കിലും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ മിനിമം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ ബാങ്കിന്റെയോ പ്രവർത്തനങ്ങൾ ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന മെമ്പർമാർക്ക് മാത്രമേ വോട്ടിംഗ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അത് മാത്രമല്ല എല്ലാ ഡിസിഷൻസുകൾ എടുക്കാനുള്ള പവർ ജനറൽ ബോഡിക്ക് തന്നെയാണ് അല്ലെ. അപ്പോ ജനറൽ ബോഡിയില് ഈ മെജോറിറ്റി ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അവിടെ പ്രസന്റ് ആയിരിക്കണം, വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കണം. സെക്ഷൻ 19A അതാണ് പറയുന്നത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, വോട്ടിംഗ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്, നോട്ട് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് സെക്ഷൻ 19A പറയുന്നുണ്ട്. മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 16 ആൻഡ് റൂൾ 16. അതിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ബിക്കം എ മെമ്പർ ആണ്. സെക്ഷൻ 16 റൂൾ 16 പറയുന്നത് ചില ആളുകൾക്ക് മെമ്പർ ആകാനുള്ള യോഗ്യതയല്ല, അത് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 18A റൂൾ 16A സ്പെസിഫൈ ചെയ്യുന്നത് എലിജിബിലിറ്റി ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ആസ് എ മെമ്പർ ഇൻ എ സൊസൈറ്റി. അതായത് ആദ്യം മെമ്പറായിരുന്നു, പിന്നീടും അഗെയിൻ അവർക്ക് മെമ്പർ ആകാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 18A റൂൾ 16A എന്ന് പറയുന്ന ഇത്. അപ്പൊ വൺ മാൻ വൺ വോട്ട് സെക്ഷൻ 20 പ്രകാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ 35A സബ്സെക്ഷൻ 4 പ്രകാരം എലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ടിംഗ് ചെയ്യാനുള്ള പവറിനെ കുറിച്ച് സ്പെസിഫിക്കലി ചില പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ എ മെമ്പർ ഹു ഹാസ് നോട്ട് അറ്റൻഡ് മിനിമം റിക്വയർഡ് നമ്പർ ഓഫ് ജനറൽ മീറ്റിംഗ്, ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് എ മിനിമം ലെവൽ ഓഫ് സർവീസ്. ജനറൽ ബോഡി മീറ്റിംഗിൽ ഇത്ര മിനിമം നമ്പർ ഓഫ് പറയുന്നുണ്ട്, അത്രയും എണ്ണത്തിലെങ്കിലും അവർ അറ്റൻഡ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മിനിമം സർവീസ് ഉണ്ടെങ്കിൽ തന്നെയാണ് സെക്ഷൻ 35A സബ്സെക്ഷൻ 4 പ്രകാരം മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുമ്പോൾ ആ ഇലക്ഷനിൽ വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള റൈറ്റ്.
മെജോറിറ്റി ആളുകൾ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു ഡിസിഷൻ എന്താവുള്ളൂ, വാലിഡ് ഡിസിഷൻ ആയിട്ട് മാറുള്ളൂ. അപ്പൊ മെജോറിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നതിൽ ആ മെമ്പർമാരായിരിക്കണം എന്ന് പറയുന്നതിന്റെ യോഗ്യതകളും ഈ പറയുന്ന സെക്ഷനിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഇനെലിജിബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെമ്പേഴ്സിനെ ഇനി മെമ്പർമാരായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സെക്ഷൻസുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പോയിന്റ് ആണ് 1 man 1 vote. അനദർ ആയിട്ട് പറയുന്ന ഒരു റൂളായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 28. സെക്ഷൻ 28 പ്രകാരം, അതായത് ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജിംഗ് പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ബോഡിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന മെമ്പർമാരാണ് അല്ലെ. അപ്പൊ അവർക്ക് 5 years വരെ എന്ത് ചെയ്യാം, മെമ്പേഴ്സ് ആയിട്ട് അവിടെ ബോർഡിൽ മെമ്പർമാരായിട്ട് പ്രവർത്തിക്കാം. സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിന്റെ മാനേജ്മെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അതിൽ തന്നെ സെക്ഷൻ 28B പറയുന്നത് ഈ ബോർഡിൽ ഇലക്ട് ചെയ്തിട്ടുള്ള മെമ്പർമാരിൽ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതർ ഓഫീസ് ബെയറേഴ്സ് അവരൊക്കെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 28B ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും അവിടെ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇലക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെക്ഷൻ 28B പറയുന്നുണ്ട്. ഇനി അടുത്ത റൂള് പറയുന്നത്, ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര മെമ്പർമാർ വേണമെന്നുള്ളത് നമുക്ക് അറിയാം. കൂടാതെ ഈ മെമ്പർമാരിൽ തന്നെ വുമൻസിന്, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇതിൽ വരുന്ന ആളുകൾക്കൊക്കെ എത്ര ആളുകൾക്ക് മെമ്പേഴ്സിന് റിസർവേഷൻ ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് 3 സീറ്റ്സുകളാണ് വുമൻസിനുള്ളത്. സ്ത്രീകൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ടോട്ടൽ ഉള്ള സീറ്റില് 3 സീറ്റുകൾ സ്ത്രീകൾക്കുള്ളതാണ്. SC ST വിഭാഗത്തിന് 1 സീറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് 2 എക്സ്പേർട്ട് ആയിട്ടുള്ള കോ ഡയറക്ടേഴ്സിനെ ഓപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഗവൺമെന്റിന് ഓപ്റ്റ് ചെയ്യാം. അതായത് ചില ഫങ്ഷണൽ ആയിട്ടുള്ള ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ മാനേജ്മെന്റിന്റെ പ്രൊഫഷണലിസത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കോഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കോഓപ്റ്റ് ചെയ്യുന്ന 2 വ്യക്തികളെയും കൂടെ ഏതിൽ ഉൾപ്പെടുത്താം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുത്താം. മറ്റൊരു റൂള് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫങ്ഷണൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2 എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കോപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. അങ്ങനെ ഇലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പ്രസിഡന്റ് ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ ഇലക്ട് ചെയ്യപ്പെടാനുള്ള റൈറ്റ് ഇല്ല. ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർമാരാണ് 2 വ്യക്തികളെ ഗവൺമെന്റ് കോപ്റ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ആ ആളുകൾക്ക് ഈ ബോർഡിലെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാനുള്ള റൈറ്റ് ഇല്ല. അവർക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് അവിടെ നിൽക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല, ഡിസ്ക്വാളിഫൈഡ് ആണ് ആ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കോവർക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അർബൻ ബാങ്കില് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ അങ്ങനെയുള്ള സൊസൈറ്റീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ്, ആ ഡിപ്പോസിറ്റേഴ്സ് എത്ര എമൗണ്ട് ആണ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് കൊണ്ട് ഡിപ്പോസിറ്റേഴ്സിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1 സീറ്റ് കിട്ടും. അപ്പൊ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളോ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപകൾ മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡിപ്പോസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1 സീറ്റ് അവർക്കായിരിക്കും. ഇനി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 2 സീറ്റ് ആയിരിക്കും. ഡിപ്പോസിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കില് ഈ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 മെമ്പർമാരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിൽ ഡിപ്പോസിറ്റേഴ്സിൽ നിന്നായിരിക്കണം. അതാണ് പറഞ്ഞ പോയിന്റ്. പ്രൈമറി ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റേഴ്സിൽ നിന്ന് ഒരാളിനെയും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റേഴ്സിൽ നിന്ന് 2 പേരെയും ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇലക്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഇനി റൂൾ 44 ഈ കമ്മിറ്റി മെമ്പേഴ്സിൽ
ഇലക്ട് ചെയ്യപ്പെടുന്ന കമ്മിറ്റി മെമ്പേഴ്സിൽ ചില കേസുകളിൽ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന സിറ്റുവേഷൻസുകളുണ്ട്. റൂൾ 45 ഡീൽസ് വിത്ത് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ആൻഡ് ടു കണ്ടിന്യൂ ദ മെമ്പർ ഇൻ ദി കമ്മിറ്റി. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് there are provision 28AB subsection 2 rule 43A for removal of president, vice president and any officer of the committee by non-confidence motion. ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ പറയുന്നതാണ്. അതായത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെയോ അവരൊക്കെ റിമൂവ് ചെയ്യാനുള്ള റൂളിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള റൂൾ 43A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്ന റൂളിനെ കുറിച്ച് പറയുന്നതാണ് റൂൾ 44 പറയുന്നത്. ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രൊവിഷൻസുകൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് ഇത്രയും പോയിന്റുകളാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഫൈനൽ അതോറിറ്റിയാണ്. ടേം ഓഫ് ഓഫീസ് 5 years ആണ്. ഇലക്ട് ചെയ്യാനായിട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവർക്ക് ഇലക്ട് ചെയ്യപ്പെടാം. ഫങ്ഷണൽ ആയിട്ടുള്ള ചില എക്സ്പേർട്ടുകളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൊണ്ടുവരാം. ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ സ്ത്രീകൾക്കും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റേഴ്സിന്റെ അവരുടെ എമൗണ്ട് അനുസരിച്ച് കൊണ്ട് അവർക്ക് ഓരോ സീറ്റുകളും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ 2 സീറ്റുകളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കിട്ടുന്നതാണ്. ഇത്രയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അനദർ പോയിന്റ് ഗവൺമെന്റ് നോമിനീസ്. ഗവൺമെന്റ് നോമിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അപ്പെക്സ് സൊസൈറ്റീസുകള്, സെൻട്രൽ സൊസൈറ്റീസുകള് അവിടൊക്കെ ഭരണനിർവഹണത്തിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുകളില് ഗവൺമെന്റിന്റെ 2 നോമിനീസുകളെ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. അത് ഗവൺമെന്റിനെ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഗവൺമെന്റ് മേ അപ്പോയിന്റ് നോട്ട് മോർ ദാൻ 2 persons. 2 വ്യക്തികളെക്കാൾ കൂടുതലാകാനായിട്ട് പാടില്ല. മിനിമം 2 വ്യക്തികളെങ്കിലും എക്സ്പേർട്സ് ആയിട്ട് അപ്പെക്സ് സൊസൈറ്റീസുകളിലും സെൻട്രൽ സൊസൈറ്റീസുകളിലും മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാം. ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികള് അവര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർമാരാണ്. പക്ഷെ അവർക്ക് പ്രസിഡന്റ് ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ ഇലക്ട് ചെയ്യപ്പെടാനായിട്ട് അവരെ പാടില്ല. അവർക്ക് അതിനുവേണ്ടി ഇലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനുള്ള റൈറ്റ് ഇല്ല. മീൻസ് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഗവൺമെന്റ് നോമിനീസ്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 2 വ്യക്തികള്. അനദർ പോയിന്റ് പറയുന്നത് ആനുവൽ ജനറൽ ബോഡിയാണ്. ആനുവൽ ജനറൽ ബോഡി നമുക്കറിയാം. ജനറൽ ബോഡി എന്ന് കൺവീൻ ചെയ്യണം എന്നുള്ളത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം, വിതിൻ 6 months ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അപ്പോ നമ്മൾ 6 മാസത്തിനകം സാധാരണഗതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി കഴിഞ്ഞാലും അതിന്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ഓഡിറ്റ് റിപ്പോർട്ട് ജനറൽ ബോഡി മീറ്റിംഗിൽ, ആനുവൽ ജനറൽ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. വിതിൻ ദ 6 months ഓഫ് ദി ക്ലോസ് ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ടു പ്ലേസ് അക്കൗണ്ട് ഓഫ് ദ സൊസൈറ്റി ബിഫോർ ഇറ്റ്. കൂടാതെ സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, അതാത് വർഷങ്ങളിലുള്ള ബഡ്ജറ്റ് എങ്ങനെയാണ്, ഏതെങ്കിലും ബൈലോയുടെ പ്രൊവിഷൻസുകളിൽ അമെന്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ആ ഒരു അഫയേഴ്സുകളെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് ആനുവൽ ജനറൽ മീറ്റിംഗിലാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിതിൻ ദ 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ദി എവറി ഫിനാൻഷ്യൽ ഇയർ. അവിടെ ഏതൊക്കെ കാര്യങ്ങൾ, ബഡ്ജറ്റ്, അതാത് വർഷങ്ങളിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് റീഡ് ചെയ്യാം. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. കാരണം അവിടെ ഫൈനൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആക്കി ഓഡിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു നിയമം അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ അവിടെ പറയാം. കൂടാതെ ബൈലോസുകൾ ഏതെങ്കിലും, അത് ബൈലോ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷൻ മാത്രമോ അമെന്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ എവിടെ കൊടുത്തിരിക്കണം, പറഞ്ഞിരിക്കണം, ആനുവൽ ജനറൽ മീറ്റിംഗിൽ പറഞ്ഞിരിക്കണം. Another point related to supersession of the committee. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള റൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പർസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ രജിസ്ട്രാർക്ക് അപ്പോയിന്റ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റർക്ക് സൊസൈറ്റി മാനേജ് ചെയ്യാനുള്ള റൈറ്റ് 6 months ആണുള്ളത്. 6 months എക്സ്റ്റെൻഡ് ചെയ്യാം. അത് രജിസ്ട്രാറുടെ ഡിസിഷൻ പ്രകാരം ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഡിറ്റ് ആണ്. ഓഡിറ്റ് നമുക്കറിയാം സെക്ഷൻ 63 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്നത് വിതിൻ 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ദി എവറി ഫിനാൻഷ്യൽ ഇയർ ദ ഓഡിറ്റ് ഷുഡ് ബി കമ്പൾസറി ഇൻ കണക്ഷൻ വിത്ത് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അനദർ പോയിന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റിൽ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് സൊസൈറ്റിയുടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെയാണ് ആ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. പക്ഷെ ചില പൊസിഷൻസുകളിൽ വരുന്ന എംപ്ലോയീസിന് അത് PSC മുഖാന്തരവും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരീക്ഷകളിലൂടെ ആ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളെയാണ് ചില പോസ്റ്റുകളിൽ എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റൂളുകൾ പറയുന്ന പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിന്റിംഗ് അതോറിറ്റി ഓഫ് ദി എംപ്ലോയീസ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഷെഡ്യൂൾ 1 അതായത് 15 അപ്പെക്സ് ബാങ്കുകളിലും 14 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലും എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് PSC കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ ആ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളിൽ വരുന്ന ജൂനിയർ ആൻഡ് എബോ പോസ്റ്റുകളിൽ അത് അങ്ങനെയുള്ള പോസ്റ്റുകൾക്കുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ ടെസ്റ്റിൽ നിന്നാണ്. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂലും കൂടെ ലിസ്റ്റിംഗ് ചെയ്തിട്ടാണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. മറ്റുള്ള അപ്പോയിന്റ്മെന്റ്സുകളെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ അവരുടെ അതാത് കമ്മിറ്റീസുകൾ റിട്ടേൺ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ 3 സെക്ഷൻസുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഷെഡ്യൂൾ 1 പ്രകാരം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് PSCയുടെ പരീക്ഷ നടത്തിക്കൊണ്ടാണ്. മറ്റുള്ള അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളിലൊക്കെ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് ഉണ്ട്. അവർ നടത്തുന്ന പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളാണ്. മറ്റുള്ള അതർ സെക്ഷൻസുകളിലൊക്കെ വരുന്ന എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാനായിട്ട് ബോർഡ് തന്നെ അതായത് ഈ കമ്മിറ്റികൾ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റികൾ റിട്ടേൺ ടെസ്റ്റുകൾ നടത്തും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതിൽ നിന്നും വരുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ ക്ലാസിഫൈ ചെയ്യുക. അതായത് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, സ്റ്റാഫിന്റെ പാറ്റേൺ, സ്റ്റാഫ് സ്ട്രെങ്ത് ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി പേ, സ്കെയിൽ ഓഫ് പേ എത്രയാണെന്നുള്ളതൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇനി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ റൂൾ 182 മുതൽ 201 വരെ 201 റൂളുകളാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ വരുന്നത്. അതിൽ 182 മുതൽ 201 വരെയുള്ള റൂളുകളിൽ ഈ സർവീസ് കണ്ടീഷൻസുകളെ കുറിച്ച് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില കണ്ടീഷൻസുകളൊക്കെയാണ് പറയുന്നത്. സെക്ഷൻ 80 പറയുന്നത് സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് ഡ്യുവൽ കൺട്രോൾ. അതായത് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ കൺട്രോൾ ആണ്. ഡ്യുവൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൺട്രോൾ ഫ്രം ദി RBI ബാങ്കിങ് റെഗുലേഷൻ ആക്ടും RBIയും, മറ്റൊരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള ടോപ്പ് അതോറിറ്റി രജിസ്ട്രാർ ആണ്. അപ്പൊ ആ 2 അതോറിറ്റേറ്റീവിന്റെ കൺട്രോളിലാണ് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ആക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ അമെന്റ്മെന്റുകൾ വന്നപ്പോൾ ആ അമെന്റ്മെന്റുകൾ എങ്ങനെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ അല്ലെങ്കിൽ സൊസൈറ്റികൾ അല്ലെങ്കിൽ ബാങ്കുകളെ അഫക്ട് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ എങ്ങനെ ഇമ്പോസ് ചെയ്തിരിക്കണം, ആ റൂളുകളും പ്രൊവിഷൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക്സ്.